എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവാൻ, വിദ്വേഷത്തിൻ്റെ വേരുകൾ വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവാൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു. ഹെബ്രായർക്കുള്ള ലേഖനം 12-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ഇന്നത്തെ നമ്മുടെ കാലത്തിന് പറ്റിയൊരു ഉപദേശമാണ് ഇവിടെ ഉള്ളത്. ഏതൊരു നേട്ടത്തിന് പിന്നിലും അതികഠിനമായ, ധീരമായ, വിശ്രമമില്ലാത്ത, തളരാത്ത അധ്വാനമുണ്ട്. അതുകൊണ്ട് അന്ന് ശ്ലീഹ പറയുക, സമാധാനത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി അധ്വാനിക്കാൻ, പരിശ്രമിക്കാൻ. നമ്മുടെ മഹാനായ മലയാള കവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള പണ്ട് പാടിയില്ലേ, പരിശ്രമിക്കുകയിൽ ഏതിനെയും കരത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യനെ പാരിലയച്ചത് ഈശനെന്ന്. സത്യമല്ലേ? നിന്റെ നെറ്റിയിലെ വിയർപ്പുകൊണ്ട് അധ്വാനിച്ച് ഭക്ഷിക്കാൻ പറഞ്ഞ ആദത്തെ ലോകത്തിലേക്ക് അയച്ചവൻ അധ്വാനിക്കാനുള്ള കരവും കരുത്തും നൽകിയാണ് അവനെ അയച്ചത്. ഉൽപ്പത്തി 3:19. ചങ്ങമ്പുഴ പറയുന്നത്, പരാജയം എന്ന വാക്ക് നിന്നെ ഭയപ്പെടുത്തരുത്, ധൈര്യത്തോടെ മുന്നോട്ട് പോവുക, വിജയം ഒരു നാൾ നിന്നെ തേടി വരും. വീണ്ടും സോഷ്യൽ മീഡിയയിലെ ചർച്ചകളിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ ഇന്നത്തെ മുഴുവൻ ചർച്ചയും സഞ്ജു സാംസനായിരുന്നു. അവിടെ ഒരു പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: അവഗണനയുടെ കനൽ വഴികൾ പിന്നിട്ട് കിരീടപ്പോരിലെ നായകൻ, ഇനി ഇന്ത്യൻ ക്രിക്കറ്റിലെ അൺസ്റ്റോപ്പബിൾ ബ്രാൻഡ് എന്ന്. അതോടൊപ്പം തന്നെ മറ്റൊരു ചാനലിൽ പറയുന്നുണ്ടായിരുന്നു, സഞ്ജു ഇന്ന് നമുക്കെല്ലാവർക്കും വളരെ സന്തോഷം നൽകി. നാളെ ഒരുപക്ഷെ അദ്ദേഹം പരാജയപ്പെടുമായിരിക്കാം. അപ്പോഴും ഇന്ന് നൽകിയ സന്തോഷം നാം മറക്കരുത് എന്ന്. നാം പലപ്പോഴും അങ്ങനെയാണ്. നൈമിഷികമാണ്, അവസരവാദപരമാണ് നമ്മുടെ ഇഷ്ടവും സ്നേഹവും ഒക്കെ. നാം എല്ലാം മറന്നു പോകുന്നു. അവിടെ നാം കുറ്റം പറയാനും വിമർശിക്കാനും തുടങ്ങുന്നു, അകലം പാലിക്കാനും അകറ്റി നിർത്താനും തുടങ്ങും. അത് മെല്ലെ ഇഷ്ടക്കേടായി മാറും. പിന്നെ വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷം. അവിടെ സൗഹൃദം തകരുന്നു, ബന്ധങ്ങൾ തകരുന്നു, കുടുംബങ്ങൾ തകരുന്നു. എന്തിനു അധികം രാജ്യങ്ങളും ലോകം തന്നെയും തകർക്കുന്ന യുദ്ധത്തിലേക്ക് നയിക്കുന്നു. ഇന്ന് പശ്ചിമേഷ്യയിൽ നടക്കുന്നത് ഇതൊക്കെ തന്നെയല്ലേ? അതുകൊണ്ടാണ് ശ്ലീഹ ഇന്ന് കൃത്യമായി പറയുക, സമാധാനത്തിനായി പരിശ്രമിക്കുവാൻ, അല്ലെങ്കിൽ വിദ്വേഷത്തിൻ്റെ വേരുകൾ വളർന്ന് ഉപദ്രവവും നാശവും വരുത്തി വയ്ക്കുമെന്ന്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം കിടക്കുന്ന എവിടെയാണ്? പരസ്പര ബഹുമാനമില്ലായ്മയിലാണ്. മറ്റൊരു വ്യക്തിയെ എന്നെപ്പോലെ കണ്ട് ബഹുമാനിക്കാൻ ഞാൻ പഠിച്ചില്ലെങ്കിൽ ഞാൻ അവരുടെ കാര്യത്തിലും കഞ്ഞിക്കലത്തിലും തലയിടാൻ പോകും. ഞാനത് എൻ്റെ സ്വാതന്ത്ര്യമാണ് എന്ന് എങ്ങനെയാണ് പറയുന്നത്? ഒരു പഴയ കൊട്ടേഷനുണ്ട്, ഒലിവർ ഹോംസ് ജൂനിയറിൻ്റേതാണ്. യുവർ ഫ്രീഡം ടു സ്വിങ് യുവർ ഫിസ്റ്റ് എൻഡ്സ് വെയർ മൈ നോസ് ബിഗിൻസ്. നിനക്ക് മുഷ്ടി ചുരുട്ടാനും ഇടിക്കാനും ഒക്കെ അധികാരമുണ്ട്, പക്ഷെ അത് എൻ്റെ മൂക്ക് തുടങ്ങിടം വരെ മാത്രം. അതായത് എന്നെ തൊടാൻ നിനക്ക് ഒരധികാരവുമില്ല. അത് നിരസിക്കുന്നവൻ എൻ്റെ അധികാരവും സംരക്ഷണവുമൊക്കെയാണ് നശിപ്പിക്കുന്നത്. ഒന്നോർക്കുക, നാളെ നിന്നേക്കാൾ ശക്തനായ ഒരുവൻ നിന്നോടും ഇത് തന്നെ ചെയ്യും. അതിനാൽ പരസ്പരം ബഹുമാനിക്കാം, സമാധാനത്തിൽ വർത്തിക്കാൻ പരിശ്രമിക്കാം. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവേ, എന്നെ അങ്ങയുടെ സ്നേഹത്തിൻ്റെ ഒരു ഉപകരണമാക്കണമേ.